തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ മുസ്ലിം ലീഗിന് ആശങ്ക. കോൺഗ്രസിലെ തർക്കങ്ങൾ UDFന്റെ സാധ്യതകളെ ബാധിച്ചേക്കുമെന്ന ആശങ്കയാണ് ഉയരുന്നത്. ഹൈക്കമാൻഡിനെ നേരിൽ കാണാൻ ലീഗ് നീക്കം. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ചേർന്ന ലീഗ് നേതൃയോഗത്തിലാണ് തീരുമാനം. ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര കലഹം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കയ്ക്കിടയാക്കുന്ന സാഹചര്യം തന്നെയാണ്. കാരണം ഇനിയൊരു തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആഭ്യന്തര കലഹങ്ങൾ പ്രതികൂലമായി ബാധിക്കാം UDFനെ എന്നാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ അവർ ഇത്തരത്തിൽ ഹൈക്കമാൻഡിനെ കാണാനുള്ള ഒരു നീക്കം, ഈ വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കാൻ ഹൈക്കമാൻഡിനെ നേരിൽ കാണാൻ ലീഗ് നീക്കം നടത്തുന്നുണ്ട് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? കാരണം ഇനിയൊരു തെരഞ്ഞെടുപ്പ് അടുത്ത ഒരു സാഹചര്യം കൂടിയാണ്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്ത ഒരു സാഹചര്യം ആണ്. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിനുള്ളിലെ ഭിന്നത, പ്രത്യേകിച്ച് UDFിലെ ഏറ്റവും പ്രബല കക്ഷി കൂടിയാണ് കോൺഗ്രസ്. ഈ കോൺഗ്രസിനുള്ളിലെ ഭിന്നത അത് വലിയ തിരിച്ചടിയാകും എന്നൊരു ആശങ്കയിലാണ് മുസ്ലിം ലീഗിനുള്ളത്. മുസ്ലിം ലീഗും UDFിനുള്ളിലെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു ഭിന്നത ഉണ്ടാകുമ്പോൾ അത് ഒരു പക്ഷേ വലിയ രീതിയിലുള്ള തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകും എന്നൊരു ആശങ്ക മുസ്ലിം ലീഗിനും ഉണ്ട്. അത് പലതവണ മുസ്ലിം ലീഗ് ഇതുമായി ബന്ധപ്പെട്ട് UDFിനുള്ളിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴും പ്രശ്ന പരിഹാരത്തിന് ഒരു മാർഗം ആയിട്ടില്ല, അല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. ഇപ്പോഴും അവരുടെ നേതാക്കൾ തമ്മിലുള്ള ഭിന്നത തുടർന്നുകൊണ്ടിരിക്കുന്നു. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഓരോ ഭാഗത്ത് നിൽക്കുന്നു. അതോടൊപ്പം ശശി തരൂർ മറുഭാഗത്ത് പാർട്ടിക്ക് ബദലായി നീക്കങ്ങൾ നടത്തുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസ്താവനകളുമായി മുന്നോട്ട് പോകുന്നു, അതിൽ ഉറച്ചു നിൽക്കുന്നു. ഇത് ആർക്കും തടയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് UDFനെ മൊത്തത്തിൽ ബാധിക്കുന്നുണ്ട്. പലപ്പോഴും മുൻപും തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് ഇത് ഇത്തരത്തിൽ ഈ കോൺഗ്രസിനുള്ളിലെ ഭിന്നത വലിയ രീതിയിൽ തന്നെ തിരിച്ചടി ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടാം തവണ വീണ്ടും പിണറായി സർക്കാർ അധികാരത്തിലെത്തി. ഇനിയും ഇപ്പോൾ അനുകൂലമായ സാഹചര്യം ആണ് എന്നാണ് മുസ്ലിം ലീഗിന്റെ വിലയിരുത്തൽ. കാരണം ഭരണവിരുദ്ധ വികാരം വലിയ രീതിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പുകളിൽ അത് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം UDFന് ഉണ്ടാക്കാൻ കഴിയും എന്നൊരു കണക്കുകൂട്ടൽ മുസ്ലിം ലീഗിനുണ്ട്. പക്ഷേ ഈ കോൺഗ്രസിനുള്ളിലെ ഇത്തരത്തിലുള്ള പടലപ്പിണക്കങ്ങളും നേതാക്കൾ തമ്മിലുള്ള ഭിന്നതയും അത് ഒരു പക്ഷേ തിരിച്ചടി ആകാനുള്ള ഒരു സാധ്യത ഉണ്ട്. പലപ്പോഴും മുസ്ലിം ലീഗ് മധ്യസ്ഥ ചർച്ചകൾ നടത്തിയെങ്കിലും അതെല്ലാം തന്നെ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. കോൺഗ്രസ് നേതാക്കൾ ലീഗിന്റെ ഇടപെടലുകൾക്ക് വഴങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ഹൈക്കമാൻഡിനെ തന്നെ നേരിട്ട് കാണാനുള്ള ഒരു നീക്കം നടത്തുന്നത്. രോഹിണി, ശരി. ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്.